ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റഡ് ഒന്നുമല്ല. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഫ്രോഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. അതായത് എല്ലാവർക്കും മിക്കവർക്കും ഈ ഒരു ഫേസ്ബുക്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് സഹിതം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. അതായത് ഒരുപാട് പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ വീട്ടമ്മമാർ, മക്കളുള്ളവർ, അവരെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതായത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡോക്ടറാണെന്നും പറഞ്ഞ് UK ഫ്രണ്ടാണ് കേട്ടോ, ഫ്രണ്ട് ഫ്രം UK. ഈ ഫ്രണ്ടെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ആൾ ഡോക്ടറായിരിക്കും. ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞിട്ടാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഫാമിലി ഹൗസ് വൈഫായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവരും ഇമോഷണലി ചിലപ്പം അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചില ആ ഒരു രീതിയിലുള്ള ഒരു കാറ്റഗറി ഉണ്ടാവും. ചില ആൾക്കാർ ലാംഗ്വേജ് ഇപ്പോൾ UK എന്നൊക്കെ ആകുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് ലാംഗ്വേജ് നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലാവും. അപ്പം ഒറ്റപ്പെട്ട ഒരു റിക്വസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ റിക്വസ്റ്റിന് നോ കൊടുത്തിട്ടുണ്ടെങ്കിലും, ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല, ഞാൻ കൂടുതൽ ഇൻസ്റ്റയിലാണ് ഉള്ളത്. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിന് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് പോലും എനിക്കും ഒരു റിക്വസ്റ്റ് ഇങ്ങനെ UK എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 2 തവണ ഡിലീറ്റ് അടിച്ചു കൊടുത്തു, വീണ്ടും വന്നു. അപ്പോൾ സെയിം ഈ ഒരു ഡോക്ടർ എന്നുള്ള ആളായിരുന്നു. പക്ഷേ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയില്ല, ഞാനതങ്ങ് ആ ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീടാണ് നമ്മുടെ പല ഫ്രണ്ട്സിനും ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനത്തെ ഫ്രോഡ്, കള്ളത്തരം കാണിച്ചിട്ട് ആരും ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഇവർ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കും, എന്നിട്ട് ഓപ്പോസിറ്റുള്ള സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും അവരോട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണലി അവരെ തളർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് വിഷമം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്. അതായത് ഡിവേഴ്സാണ്, അല്ലെങ്കിൽ വൈഫ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ചതിച്ചിട്ട് പോയി, ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയാണ്, കൊച്ചു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഡെയിലി ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഫേസ്ബുക്ക് ചെക്ക് ചെയ്താലും ഇവരുടെ കാര്യങ്ങൾ അതിൽ ചെക്ക് ചെയ്താലും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഒരു കള്ളത്തരമാണെന്ന് നമുക്ക് തോന്നുക പോലും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ഇമോഷണലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് ഒട്ടും, അതായത് ഇമോഷണലി സെക്യൂർഡ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് തീരെ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ലാത്ത ആൾ, ഫാമിലി പരമായിട്ട് ഒരു സെറ്റ് അല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചതുക്കുഴിയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ അത്രയും കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെ സംസാരം. ഭയങ്കരമായിട്ട് കെയറിങ്, വിശേഷങ്ങൾ അന്വേഷിക്കുക, പിന്നെ നീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ച് ഈ ഒരു സ്ത്രീയെ ശരിക്കും ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവരാക്കിയെടുക്കും. അതിനുശേഷം ഇവർ പോകുന്ന ഓരോ സ്ഥലത്തെ ഫോട്ടോസ് അയച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ സംഭവിച്ചിട്ടുള്ള, അവരുടെ പെർമിഷനോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പലരും പറയാൻ മടിക്കുന്നുണ്ട്, ചിലവർ പല വീഡിയോസിലും കമൻറ്റ് കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നിമിഷം കൂടുതൽ ചതി പറ്റാതിരിക്കാൻ വേണ്ടിയാണ്, ഇതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയാണ്, വേഗം അതിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഫ്രണ്ടാണ്, അതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ആ ഒരു വിശ്വാസം നേടിയെടുക്കുകയാണ്. നമ്മളപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു കള്ളത്തരമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ആയിരിക്കും അവർ ആ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവർ, ഞാൻ പറഞ്ഞില്ല, വിശ്വാസം നേടിയെടുക്കാനായിട്ടുള്ള അവരുടെ ഓരോ ലൈഫ് സ്റ്റോറികൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആയല്ലേ. ഇവിടുന്ന് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ ഇവരുടെ കാര്യങ്ങളൊക്കെ അയാളോട് ഷെയർ ചെയ്യുന്നു, അയാളുടെ കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കഥകൾ ഇങ്ങനെ പറയുന്നു. ഇതിവിടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സ്ത്രീ അതൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ ക്രിയേറ്റ് ആയി. അപ്പം അവസാനം അയാൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല, നല്ലൊരു ഫ്രണ്ടാണ്, ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ എനിക്കിനി കാണാൻ കിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഥകൾ പറയുമ്പം, ഇവിടെ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന നമുക്ക് ഇത്രയും പ്രയോറിറ്റി തരുന്ന ഒരാളോ, അതും ഫ്രം UK എന്നൊക്കെ പറഞ്ഞ് നല്ല സുന്ദരനായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇയാളുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്ന് ഗിഫ്റ്റ് ഇങ്ങോട്ട് അയക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആകാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ഒരു ബോണ്ട് ഉണ്ടാക്കാനായിട്ടും നല്ലൊരു കെമിസ്ട്രി ഉണ്ടാക്കി എടുക്കാനൊക്കെ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടക്കും. മിക്കവരും അതിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ലാംഗ്വേജ് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇങ്ങനെയൊക്കെ ഇതൊക്കെ റെഗുലറായിട്ട് ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കേണ്ട. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ മുന്നിൽ കാണുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണാത്ത എവിടെയോ കിടക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഒരിക്കലും അയാൾ പറയുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകരുത്. അപ്പം എന്നിട്ട് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ അയാളുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബർത്ത്ഡേ ആണ്, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കുറേ ഗിഫ്റ്റുകൾ അയക്കാമെന്ന് പറയും. എന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഫോട്ടോസ്, സാധനങ്ങളുടെ ഫോട്ടോ ഇതൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കൊറിയർ ഇന്ന സ്ഥലത്ത് കൊറിയർ അയക്കും, ഇന്ന അഡ്രസ്സിലേക്ക് ഒന്ന് അയക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് അവിടുന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കും. വിളിച്ചിട്ട് അവരാവശ്യപ്പെടുകയാണ് ഇത്ര രൂപ പേയ്മെൻറ്റ് നമുക്ക് തരണം, അതായത് നാട്ടിലുള്ള ഈ സ്ത്രീ പേയ്മെൻറ്റ് കൊടുക്കണം, എന്നാലേ ആ ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 1-2 പേർക്കൊക്കെ ഇത് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് 35,000 20,000 അങ്ങനെ വലിയ എമൗണ്ടാണ് ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചപ്പം ഇത് പലർക്കും ഈ പൈസ അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പരിചയവും ഇല്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയധികം 85,000 രൂപ 80,000 രൂപയൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാവരും ചോദിക്കുമ്പം എവിടെയോ നിന്ന് ഒരു പരിചയവും ഇല്ലാത്ത 2-3 കുറച്ച് ദിവസം മാത്രം ഫോണിൽ പരിചയമുള്ള ഒരുത്തിന് വേണ്ടി നമ്മളങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമല്ലേ. ചിലവർ പറയുന്നുണ്ട് ഇത് വീഡിയോ കോൾ വരെ, അതായത് പലരും ഒരു തുടക്കത്തിലെ തന്നെ ഇത് ട്രാപ്പാണെന്ന് മനസ്സിലായിട്ട് രക്ഷപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ കൊറിയർ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് പൈസ അയച്ചു അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് അപ്പം തന്നെ അതിൽ നിന്ന് ബ്ലോക്കാക്കി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ മെസ്സേജ് കൊണ്ട് മാത്രം നിർത്താതെ വീഡിയോ കോൾ വരെ പോയിട്ട് ആ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ വീഡിയോ കോളിനെ റെക്കോർഡാക്കി അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുമ്പം സ്ത്രീകൾക്ക് വേറൊന്നും ചെയ്യാൻ മാർഗമില്ലാത്തൊരവസ്ഥയാവുകയും പൈസ അയച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ പിന്നെ ഈ ഒരു അപ്പം അത് അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അത് ചിലപ്പം ഒരാളുടെ ലൈഫ് കളയുന്ന ഒരവസ്ഥയാണ്, സൂയിസൈഡിലേക്ക് വരെ എത്താം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഓക്കെ അല്ല എന്ന് തോന്നുന്നൊരു പ്രൊഫൈൽ കണ്ടാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയുന്നവരെ മാത്രം അതിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇത് ശരിയല്ല ഓക്കെ എല്ലാം തോന്നാൻ അവിടെ വെച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ. നമ്മൾ പരിചയമില്ലാത്ത ഒരാളോട് നമ്മുടെ ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, പരിചയമുള്ളവരെ പോലും നമ്മളെത്ര അടുത്തറിയാവുന്നവരാണെങ്കിൽ പോലും അവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഒരാളെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് ഈ ഒരു UK എന്നും ഡോക്ടറെന്നും കാണുമ്പോൾ ഒരു അടിപൊളി ഒരു ലുക്കുള്ളൊരു മനുഷ്യൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പം 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ ഈ ഓപ്പോസിറ്റുള്ള ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ FBയിലൊരു ഡോക്ടർ സ്മിത്തെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഒരു എൻ്റെ റിക്വസ്റ്റ് വന്നിരുന്നത്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു, പിന്നെയും വന്നു, പിന്നെ ഡിലീറ്റ് ചെയ്തു, പിന്നെയും വന്നു. ഇങ്ങനെയാണ്. അവസാനം ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ചറവറാകുന്ന മെസ്സേജുകളാണ്. നമുക്കപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ഒരു പരിചയമില്ലാത്തൊരു നമുക്ക് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ആ ഒരു ഒരു സെൻസ് ചെയ്യും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. പക്ഷേ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും പറ്റുമല്ലോ, കാരണം അവരത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ്, പിക്ചേഴ്സ്, പല പിക്ചേഴ്സും ഡീറ്റെയിൽസും അതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് കാര്യമായിരിക്കും. അത്രയും ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെയാണ് അവർ ഓരോ കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുതപ്പെട്ടവർക്കൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എനിക്കതൊക്കെ മനസ്സിലായിട്ടാണെന്നല്ല, എനിക്കത് അങ്ങനെ ചടവറാന്ന് അങ്ങനെ മെസ്സേജ് വന്നു, അങ്ങനെ വീണ്ടും റിക്വസ്റ്റ് വരുന്നു. അപ്പോഴേ എനിക്കതൊരു ശരിയല്ലല്ലോ അങ്ങനെ ഒരു ഫീൽ വന്നു. പിന്നെ ഞാൻ ഒട്ടും ഈ FBയിലൊന്നും ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള ആളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, അത് അക്സെപ്റ്റ് ചെയ്യാത്തതെന്നൊന്നുമല്ല, അത് വേണ്ടാന്ന് തോന്നി അതുകൊണ്ടാണ്. ഞാൻ കൂടുതലും അറിയാത്ത ആൾക്കാരെ എൻ്റെ FBയിലൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് പോയേച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ
ഒരു പരിധി കൂടുതൽ അടുപ്പിക്കാൻ നോക്കരുത്. നമ്മൾക്കെപ്പോഴും സമാധാനപരമായിട്ടും ഓക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ വീഡിയോ, നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമുക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് അത് തന്നെയാണ് നല്ലത്. എത്ര സൗഹൃദമാണെങ്കിലും എന്ത് വലുതാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് ആവർത്തിച്ച് പറയുകയാണ്. എങ്ങോ കിടക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, നമ്മുടെ ഹസ്ബൻഡോ നമ്മളോ ആരെങ്കിലും മക്കളോ ആരെങ്കിലുമൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വല്ലവരും കൊണ്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിലാണല്ലേ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതാണ് അല്ലേ. നമുക്കിത് നമ്മുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. നല്ലതിന് വേണ്ടി യൂസ് ചെയ്യാം, ചീത്തയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും പറയും ദൈവം ആണ് നമ്മുടെ വിധി എന്നുള്ളത്. പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ വിധിയൊക്കെ നമ്മുടെ കയ്യിലാണ് എഴുതിയേക്കുന്നത്. നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മളത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. മോശം രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് മോശം രീതിയിലും പോകാൻ സാധിക്കും. എന്തായാലും നമ്മളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ അല്ലെങ്കിൽ ഇമോഷണലി ഫിസിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ നമ്മളെ യൂസ് ചെയ്യാൻ ഒരാളെയും സമ്മതിക്കരുത്. പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും പരിചയമുള്ള ആൾക്കാരാണെങ്കിലും. ഇപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഒരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേ സമയം കാണുകയുള്ളൂ. ചില ആൾക്കാരുണ്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുവേണ്ടി മാത്രം അവരെ യൂസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാരുണ്ട്, പെൺകുട്ടികൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാക്സിമം യൂസ് ചെയ്യും എല്ലാ രീതിയിലും. ഫിനാൻഷ്യലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം. അങ്ങനെ യൂസ് ചെയ്ത് ആ ഒരു ഇതിലങ്ങ് പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ആത്മാർത്ഥ സ്നേഹമൊന്നും ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് അങ്ങ് പോകണം, അത്രയേ ഉള്ളൂ. ആത്മാർത്ഥ സ്നേഹം എന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് സ്ത്രീകളോടും പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുകയല്ല. നമ്മളിപ്പം ഭയങ്കര വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. നാളെ അത് 10 പേരറിയും. നമ്മളപ്പോഴാണ് ഞാനിത് പറഞ്ഞ കാര്യമല്ലേ, എനിക്ക് ഒരു വിഷമം വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്, പക്ഷേ ഇപ്പോൾ എത്ര പേരറിഞ്ഞു. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള റിക്വസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. UK ഫ്രണ്ട് എന്നും പറഞ്ഞാണ്, UK നിന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. ഒത്തിരി പേർക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇതിൽ പോയി അകപ്പെടരുത് ഒരാളും. ഇത് മെയിനായിട്ട് പൈസ, ഇതൊരു വലിയൊരു മാഫിയ പോലെയാണ്, ഒരു ട്രാപ്പാണ് ശരിക്കും. ഇവർ ഈ കൊറിയർ ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കൊറിയർ അയക്കുന്ന സമയത്ത് ഇതിന് ഇത്ര ഫണ്ട് വേണം, നിങ്ങളിത് പേ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അവരെ ഭയങ്കരമായിട്ടങ്ങ് നിർബന്ധിക്കുകയാണ്. ഈ ഒരു സ്ത്രീനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. ഇത് പേ ഇപ്പം ചെയ്യണം, അല്ലെങ്കിൽ ജോലി പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. അതായത് വലിയ തുകയൊക്കെയാണ്. 35,000, 45,000, 55,000, 60,000, 70,000 അങ്ങനെയുള്ള വലിയ തുകകളാണ്. ഞാൻ പറഞ്ഞ വീഡിയോ കോൾ വരെ എത്തി. ആ ഒരു ലെവലിലൊക്കെ ആയാൽ പിന്നെ അത് വെച്ചിട്ടാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല, പൈസ അയച്ചു കൊടുക്കണം എന്നുള്ളൊരു രീതി വരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെയൊക്കെ അറിയിക്കുക. അല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പലരും ഈ സൂയിസൈഡ് ചെയ്യണം അങ്ങനെ ചിന്തകളിലൊക്കെ പോകും. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചിന്തിക്കരുത് കേട്ടോ. പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു മിസ്റ്റേക്ക് പറ്റി വിശ്വാസമുള്ള ആളുടെ ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആദ്യമേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി വീഴേണ്ട കാര്യമില്ല. നമുക്ക് പരിചയമില്ലാത്ത ഒരാളോടും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഹായ് പറയുക, അത്രയേ ഉള്ളൂ. അത് നേരിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പരിചയമില്ലാത്ത അപരിചിതമായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. പരിചയമുള്ളവരോട് പോലും ശരിക്കും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തലവേദനയാകുന്ന കാലമാണിപ്പോൾ. അതുകൊണ്ട് നമ്മുടെ ആ ഒരു സർക്കിളിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പുതിയ ഹാപ്പിനെസ് തേടി പോകുമ്പം അത് പലതും വലിയ ട്രാപ്പുകളായി പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ഒക്കെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട് കൊളാബറേഷനൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് UK നിന്നും ഫോറിനേഴ്സിൽ നിന്നാണ് കൂടുതലും. അങ്ങനെ എനിക്കും വന്നിട്ടുണ്ട് മെയിൽ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതൊന്നും നോക്കിയിട്ട് കൂടിയില്ല. നമുക്ക് അത് കാണുമ്പോഴേ ശരിയല്ല എന്നുള്ളൊരിത് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം നോക്കിയിട്ട് ഓപ്പൺ ആക്കാറ് പോലും ഇല്ല. ചിലതുണ്ട് ഒരു മെയിലിൽ ലിങ്ക് തന്നിട്ട് ആ ലിങ്കിൽ പിടിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഹാക്കാവും. അവരിടയ്ക്ക് ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ എപ്പോഴും ഉള്ളിൽ വെച്ചേക്കുക. നമ്മൾ വിചാരിക്കും ഇത് എനിക്കും ഇങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കേണ്ട. ഇതൊക്കെ ആർക്കും എപ്പോൾ വേണേലും വരാം. സോ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ.